ക്രിസ്മസ് എക്സാമിന് ഇടയ്ക്കൊക്കെ ഒന്ന് ഞെട്ടിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊഹിസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. എന്താണ് കൊഹിസീവ് ഡിവൈസ് എന്നുള്ളത് പഠിച്ചാലല്ലേ ഈ ചോദിക്കുന്ന 2 മുതൽ 4 മാർക്ക് നമുക്ക് ഈസിലി ഉറപ്പിക്കാൻ പറ്റും. എന്താണ് കൊഹിസീവ് ഡിവൈസ്? വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മളൊരു വലിയ സെന്റൻസ് വിചാരിക്കുക. ആ വലിയ സെന്റൻസിന്റെ 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ, ഒട്ടിച്ച് ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആണ് ഈ പറഞ്ഞ കൊഹിസീവ് ഡിവൈസ്. ഇത്രയും വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കൺജങ്ഷൻസ്, കണക്റ്റീവ്സ് ആൻഡ് പ്രോനൗൺസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വലിയ സെന്റൻസിന്റെ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ. നമുക്കൊരു 7-8 ടൈപ്പ് പഠിച്ചു നോക്കാം. എന്നാൽ പിന്നെ നമുക്കിനി അറിയാത്തത് വന്നാൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു 7-8 ടൈപ്പ് നമുക്ക് ആദ്യം നോക്കാം. എന്നതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ 2-4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സെന്റൻസിന്റെ 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതിന് നമുക്ക് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നൊക്കെ പറയുന്ന കൊഹിസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, കാരണം പറഞ്ഞുകൊണ്ടാണ് ബാക്കി ഭാഗത്തിനെ ഞാൻ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവൻ അവൻ്റെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കുക. അവൻ ജിമ്മിലൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. സോ ഇവിടെ കാരണം കാണിക്കാനാണ്, അല്ലെങ്കിൽ റീസൺ കാണിക്കാനാണ് ഞാൻ സിൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, അല്ലെങ്കിൽ ആസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു കാര്യത്തിന്റെ ഔട്ട്കം ആയിട്ട് വേറൊരു കാര്യം നടന്നു, അതിനു വേണ്ടിയിട്ട് നമുക്ക് സോ, ആസ് എ റിസൾട്ട്, ദെർഫോർ ഒക്കെ യൂസ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഷീ ഫൊഗോട്ട് ഹെർ അംബ്രല്ല. അവള് കൊട മറന്നുപോയി. ഇനി ആൻഡ് ദെർഫോർ എന്ന് പറയുന്നത് എന്താ? അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട്, അതിന്റെ ഔട്ട്കം ആയിട്ട് എന്ത് സംഭവിച്ചു? ഷീ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. ദെർഫോർ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ എന്ന് പറഞ്ഞാൽ അവള് മഴ കൊണ്ടു എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി പർപ്പസ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള കൊഹിസീവ് ഡിവൈസുകളാണ്. അതിനുവേണ്ടി നമുക്ക് ഇൻ ഓർഡർ ടു, സോ ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പിടിച്ചേ. ഐ വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ഞാൻ നല്ലപോലെ പണിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ പർപ്പസ് എന്താ? ടു ക്രാക്ക് ദി എക്സാം. ഞാൻ ആ എക്സാം ക്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പാസ്സാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഇനി കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു കൊഹിസീവ് ഡിവൈസ് ഉണ്ട്. ഇത് വ്യത്യാസത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി നമുക്ക് ഈവൻ തോ, ബട്ട്, ഹൗ എവർ, യെറ്റ്, ഓൾസോ, സ്റ്റിൽ, നെവർദലെസ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ TV. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഹൗ എവർ, അവിടെ ഒരു വ്യത്യാസമാണ്, അവിടെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ കാണിക്കുന്നത്, അവിടെ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ TV. അത് TV-യിൽ കാണാൻ അവൻ അത്ര എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൺട്രഡിക്റ്റിംഗ് ആണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് ഭയങ്കര വിപരീതമായ ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാനാണ് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കൊഹിസീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതിന് ഓൺ ദ കോൺട്രറി, ഈവൻ സോ, ഇൻ കോൺട്രറി ഒക്കെ യൂസ് ചെയ്യാം. ഇൻ കോൺട്രറി ഒക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് എന്താ? പടം ഭയങ്കര ലാഗായിരിക്കുന്നു. പക്ഷേ ഓൺ ദ കോൺട്രറി, പക്ഷെ അതിന് വിപരീതമായിട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു. നമുക്ക് അതിനോടുള്ള ഒരു വിപരീതമായ കാര്യം പറയാനാണ് ഞാനിവിടെ ഓൺ ദ കോൺട്രറി യൂസ് ചെയ്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻ കോൺട്രറി, ഈവൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ആഡിങ്, നമുക്കൊരു കാര്യത്തിനോട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനല്ലേ നമുക്ക് മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ ടു, ഓൾസോ, ടു, ഫർദർ മോർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പിടിച്ചോ. ദ വെദർ വാസ് സണ്ണി. ഭയങ്കര വെയിലാണ് പുറത്ത്. മോർ ഓവർ, അതിലുപരിയായിട്ട്, ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. പുറത്തൊരു ഇളം ചൂടാണ് എന്ന് നമുക്ക് പറയാം. അതിനോട് ചേർത്ത് പറയാണ്. നമ്മൾ പുറത്ത് വെയിലാണ്, കുറച്ച് ഒരു ഇളം വെയിലുമാണ്, ഇളം ചൂടുമാണ് പുറത്തുനിന്നുള്ളത്, ചേർത്ത് പറയാനാണ്. അതിലുപരി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ഇനി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് വേറൊരു കാര്യം കൂടെ ചേർത്ത് പറയാം. നമുക്ക് സിമിലർലി, ലൈക്ക് വൈസ്, വേർ ആസ് എന്നൊക്കെ പറയാം. ഷീ എൻജോയ്സ് റീഡിങ് സിമിലർലി, ഹെർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. ചേട്ടാ, ഇവിടെ സിമിലർലി മാറ്റിയിട്ടില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വേർ ആസ് എന്ന് പറഞ്ഞാലും അർത്ഥം സെയിം തന്നെയാണ്. ഷീ എൻജോയ്സ് റീഡിങ്, വേർ ആസ് ഹെർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥം തന്നെയാണ്. സോ ഈ ഒരു 7 ടൈപ്പാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്, ഈ ഒരു കൊഹിസീവ് ഡിവൈസിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില എക്സ്ട്രാ സാധനങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളുകളിലൊന്നും പെടാത്ത കുറച്ച് സാധനങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിയുന്നത് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മാർക്ക് ഓഫ് ചെയ്ത് കളയണം, വെട്ടിക്കളയണം. അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ്, ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം ആർ ഡാമേജ്ഡ്, ഡാഷ് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സെന്റൻസിന്റെ ആദ്യത്തെ ഭാഗം, ഇവിടെ ഒരു കോമയാണ്, ഇവിടെ ഒരു എ ഭാഗം പറഞ്ഞിരിക്കുന്നു.
ഒരു അപകടം സംഭവിക്കുന്ന, ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ലൈഫ് ലൈൻ സപ്പോർട്ടൊക്കെ ഡാമേജ്ഡ് ആവാറുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗം നോക്കിയേ, ബി ഭാഗത്ത് എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ ഇതുപോലെ തന്നെ ഭയങ്കര തകരാറിലായിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യത്തിനോട് മറ്റൊരു കാര്യം ചേർത്ത് പറയാനാണ്. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോഹെസീവ് ഡിവൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാ ഇതിലുള്ളത്? മോർ ഓവർ ആണ് ഇതിലുള്ളത്. സോ മോർ ഓവർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മോർ ഓവർ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. ഒരൊറ്റ ചോദ്യം കൂടെ നോക്കാം. ഓക്കെ, നോക്ക് 17ാമത്തെ ചോദ്യം നോക്കിയാൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോഹെസീവ് ഡിവൈസ് ഫ്രം ദ വൺസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻസ് സ്കൂൾ. നമുക്ക് എ ഭാഗത്ത് തന്നിരിക്കുന്നല്ലേ, അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ എന്തോ ഒരു ഭാഗ്യക്കേട് കാരണം, അൺഫോർച്ചുനേറ്റ്ലി, ഫോർച്ചുനേറ്റ് അല്ലാതെ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ സ്റ്റീഫൻ സ്കോളർഷിപ്പിന്റെ സമയത്ത് എന്തായിരുന്നു, വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ സമയത്ത് പുള്ളിക്കാരൻ ഇല്ലായിരുന്നു, സുഖമില്ലായിരുന്നു. ഇനി അതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് അതിന്റെ ഔട്ട്കം ആയിട്ടാണ് അടുത്ത സെന്റൻസ് പറയുന്നത്. സോ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻസ് സ്കൂൾ എന്നാണ് പറയേണ്ടത് അല്ലെ. ഓൺ ദ കോൺട്രി പറയില്ല, അത് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. അതർവൈസ് നമ്മൾ പറയില്ല, പക്ഷെ നമുക്ക് therefore ഇവിടെ പറയാം. therefore അതുകൊണ്ട് തന്നെ അവൻ സെയിന്റ് ആൽബൻ സ്കൂളാണ് അറ്റൻഡ് ചെയ്തത്. കാരണം മറ്റേ സ്കൂളിലേക്ക് അവൻ പോകുന്ന അതിന്റെ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അവൻ അസുഖമായിരുന്നു, അവൻ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നോക്കിക്കോ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഒരു കോഹെസീവ് ഡിവൈസ് ആഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും ദേ ലാസ്റ്റ് ലോങ്ങർ. അപ്പൊ എ ഭാഗത്തിനോട് നമ്മൾ അഡീഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നതാണ്. എന്താണ്, ലാപ്ടോപ്സ് എന്താണ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ചീപ്പറാണ്, അതിന് പൈസ കുറവാണ്, അത് റിലയബിൾ ആണ്. പിന്നെ അതിനോടുകൂടെ അത് ലാസ്റ്റ് ലോങ് ചെയ്യും ഒരു എക്സ്ട്രാ കാര്യം അഡീഷനും കൂടെ പറയണം, അല്ലെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് പറയാനാണ്. അപ്പൊ നമുക്ക് അവിടെ ഏത് യൂസ് ചെയ്യാം? വേറാസ് പറ്റൂല, ഫർദർ മോർ നമുക്ക് യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ്ലി എന്ന് വെച്ചാൽ അത് അർത്ഥം മാറിപ്പോയി. ഇവിടെ നമുക്ക് ഫർദർ മോർ യൂസ് ചെയ്യാം. ഫർദർ മോർ എന്ന് പറയുമ്പോൾ അതിലുപരിയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് എന്നൊക്കെ പറയാൻ അതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയുന്നതാണ് അവിടെ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോഹെസീവ് ഡിവൈസുകൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് തെറ്റിക്കേണ്ട ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്ന ഈ ഒരു 7 ടൈപ്പിൽ നിന്ന് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് പുറത്തുനിന്നാണ് വരുന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് ഓഫ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് അറിയുന്ന എന്തായാലും ഒരു 1-2 2-3 എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ കോഹെസീവ് ഡിവൈസിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. സോ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്.